2006 അല്ലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ വിഷൻ ഇവിടം വരെ എത്തി. ഇനി ഒരു 2030 ആകുമ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പ്രതീക്ഷിക്കാം? 10 years കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും സാർ? അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൈജിയുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങള് ഓൾറെഡി ഞങ്ങൾ കർണാടകയിലും തമിഴ്നാടും വർക്കർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സർ, എങ്ങനെയാണ് സാറിന്റെ ഫാമിലിയുടെ ഒരു സ്ട്രെങ്ത്? എൻ്റെ വളർച്ചയിൽ എൻ്റെ ഫാമിലിയെ പോലെ തന്നെ എൻ്റെ നാട്ടുകാർ, എൻ്റെ സംസ്ഥാനം, അങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഇത്രയും വലിയൊരു സാമ്രാജ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഇങ്ങനെ കെട്ടിപ്പടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സമയം പുറത്തായിരിക്കും. അപ്പം പുറത്തുള്ള സമയത്ത് കുട്ടികളെയും അതേപോലെ ഉമ്മച്ചിനെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ലാലേട്ടൻ മൈജിയിലേക്ക് വന്നത് എങ്ങനെയാണ് സർ? ലാലേട്ടൻ 2017 2017 ഞങ്ങൾ റീബ്രാൻഡ് ചെയ്ത് കൊച്ചിയിൽ ഞങ്ങൾ മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോർ എടപ്പള്ളിയിൽ തുറക്കുന്ന ഫസ്റ്റ്, അതിലാണ് ലാലേട്ടൻ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായി അസോസിയേഷൻ തുടരുന്നുണ്ട്. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. ലാലേട്ടൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എനിക്ക് ഒരു 400 CR ആണ് ഞങ്ങൾ ആനുവലി ടേൺ ഓവർ. ഇപ്പൊ അത് മാറി ഞങ്ങൾ ഒരു 5000 CR ഞങ്ങൾക്ക് വളരാൻ സാധിച്ചതിൽ ലാലേട്ടനും വലിയൊരു പങ്കുണ്ട്.